വ്യൂവേഴ്സ്, അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഷെയർ ആക്കിക്കൊണ്ടിരിക്കുന്നത് കൂർഗിലെ വിശേഷങ്ങളാണ് കേട്ടോ. കൂർഗിലെ മടിക്കേരിയിലെ വിശേഷങ്ങളാണ് ഇന്നും ഞാൻ ഷെയർ ആക്കുന്നത്. ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ മടിക്കേരിയിലുള്ള അബ്ബി വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. മടിക്കേരിയിൽ നിന്ന് 8 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് 122 കിലോമീറ്ററും മംഗലാപുരത്ത് നിന്ന് 144 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് 268 കിലോമീറ്ററും അകലെയാണ് ഈ ഒരു വാട്ടർഫോൾ ഉള്ളത്. ഈ ഒരു വാട്ടർഫോളിലേക്ക് പോകുന്ന അതേ വഴിയിൽ തന്നെയാണ് മണ്ടൽപേട്ട് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന സഫാരി ജീപ്പുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് രാവിലെ തന്നെ അബ്ബി വാട്ടർഫോൾസിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് മണ്ടൽപേട്ട് വ്യൂ പോയിന്റ് കൂടി കണ്ടുപോകാം. ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ ആദ്യകാല ഭാഗത്താണ് കേട്ടോ. സ്വകാര്യ കാപ്പിത്തോട്ടങ്ങൾക്കും കാപ്പി കുറ്റിക്കാടുകൾക്കും സുഗന്ധവ്യഞ്ജന എസ്റ്റേറ്റുകൾക്കും കുരുമുളക് വള്ളികൾ ഇഴചേർന്ന മരങ്ങൾക്കും ഇടയിലാണ് ഈ ഒരു വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ചുറ്റിനും നമ്മൾ കാണുന്നത് കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ. പിന്നെ ഈ വാട്ടർഫോൾസിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് വെള്ളച്ചാട്ടം ഈസി ആയിട്ട് ആസ്വദിക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ മണ്ണിടിച്ചിലിന്റെ സമയത്ത് ഈ ഒരു തൂക്കുപാലം തകർന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഇത് അടച്ച നിലയിലാണ് കാണപ്പെട്ടത്. പണ്ട് ഇത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ മകളുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ജെസി വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് ഈ സ്ഥലം ഒരു ഇടതൂർന്ന കാടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ വെള്ളച്ചാട്ടം വീണ്ടും കണ്ടെത്തിയത് മിസ്റ്റർ നെരവന്ത ബി നാനയ്യയാണ്. അങ്ങനെ ഈ സ്ഥലം അദ്ദേഹം സർക്കാരിൽ നിന്ന് വാങ്ങി കാപ്പി സുഗന്ധവ്യഞ്ജന തോട്ടമാക്കി മാറ്റി. ഇന്നും വെള്ളച്ചാട്ടത്തിന് ചുറ്റും ഈ സ്ഥലം നിലനിൽക്കുന്നു. കാവേരി നദി 70 അടി ഉയരത്തിൽ നിന്ന് പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കർണാടകയിലെ മറ്റ് വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് ഉയരം കൂടുതലല്ല ഇത് എങ്കിലും ഈ ഒരു വെള്ളച്ചാട്ടത്തിന് വിശാലമായ വെള്ളച്ചാട്ട പ്രദേശമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കാഴ്ചക്കാർക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ അബ്ബി വാട്ടർഫോൾസിന്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കൂടെ ഒരു ഹൈപ്പ് കൂടി തന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.